ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ എ സി സർക്യൂട്ടിൻ്റെ 4ാമത്തെ ഭാഗമാണ്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത് ടേംസ് റിലേറ്റഡ് വിത്ത് എ സിൻ്റെ ഫസ്റ്റ് പാർട്ടായിരുന്നു. ഇനി ഇന്നത്തെ സെക്കൻഡ് പാർട്ടാണ്. ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ്. എക്സ്പ്ലെയിൻ ടേംസ് റിലേറ്റഡ് വിത്ത് എ സി സർക്യൂട്ട്, അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളാണ്. ഡെഫിഷ്യൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. കുറേ ഡെഫിനിഷൻസിൻ്റെ കുറച്ച് ഡെഫിഷ്യൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. ഇത് നിങ്ങൾ വിശദമായിട്ട് നമ്മുടെ കാൽക്കുലേഷനിൽ പഠിച്ചതോ അല്ലെങ്കിൽ ഇനി പഠിക്കാനുള്ളതോ ആണ്. പഠിച്ചതായിരിക്കാനാണ് സാധ്യത, അല്ലെങ്കിൽ താഴെ ക്ലാസ്സുകളിൽ എന്തായാലും പഠിച്ചു വന്നതാണ്. സ്കാലാർ ക്വാണ്ടിറ്റി എന്താണ്? സ്കാലാർ ക്വാണ്ടിറ്റി എന്ന് എളുപ്പത്തിൽ പറഞ്ഞു പോകാനുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാം കാൽക്കുലേഷനിൽ പഠിച്ചതോ പഠിക്കാനുള്ളതോ ആണ്. A scalar quantity is that which has only magnitude but no direction. സ്കാലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതിന് ഡയറക്ഷൻ ഉണ്ടാവില്ല. ഒരു ഉദാഹരണങ്ങൾ ടൈം, ഡിസ്റ്റൻസ്, സ്പീഡ്, മാസ്, ലെങ്ത്ത് തുടങ്ങിയവയാണ്. ഈ സ്കാലാർ ക്വാണ്ടിറ്റി നമുക്ക് അഡീഷനോ സബ്സ്ട്രാക്ഷനോ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ മതി? ആൾജിബ്രിക്കലി കൂട്ടിയാലും കുറച്ചാലും മതി. എന്ന് പറഞ്ഞാൽ എത്രയാണോ വാല്യൂ അത് കൂട്ടുക കുറയ്ക്കുക എന്നത് ചെയ്താൽ മതി. സ്കാലാർ ക്വാണ്ടിറ്റി ആകുമ്പോൾ അതിൻ്റെ അഡീഷനും സബ്സ്ട്രാക്ഷനും ആൾജിബ്രിക്കലി നമുക്ക് എന്ത് ചെയ്താൽ മതി? കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ മതി. എന്നാൽ വെക്റ്റർ ക്വാണ്ടിറ്റി, അടുത്തത് സ്കാലാറും വെക്റ്ററും. വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ബോത്ത് ഡയറക്ഷൻ ആസ് വെൽ ആസ് മാഗ്നിറ്റ്യൂഡ്. വെക്റ്റർ ക്വാണ്ടിറ്റിക്കുള്ള പ്രത്യേകത അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല, അതിനെന്ത് കൂടി ഉണ്ടാവും? ഒരു ഡയറക്ഷനും കൂടി ഉണ്ടാവും. ഏത് ഡയറക്ഷനാണെന്നുള്ളത് കൃത്യമായിട്ടുണ്ടാവും. അതിന് ഉദാഹരണങ്ങൾ ഫോഴ്സ്, ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഓർ വോൾട്ടേജ് തുടങ്ങിയവയാണ്. അപ്പോൾ വെക്റ്റർ ക്വാണ്ടിറ്റിയിൽ പെട്ടതാണ് എ സി വോൾട്ടേജും കറണ്ടും ഒക്കെ എന്നുള്ളത് ഓർക്കുക. പിന്നെ എന്താണ്? അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ഓഫ് വെക്റ്റർ ക്വാണ്ടിറ്റീസ് കനോട്ട് ബി ഡൺ ആൾജിബ്രിക്കലി. അഡീഷനും സബ്സ്ട്രാക്ഷനും എന്ത് ചെയ്യില്ല, നേരിട്ട് നമുക്ക് 3 + 4 7 എന്നുള്ള രീതിയിൽ നമുക്ക് കൂട്ടാൻ പറ്റില്ല. എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റീനെ കൂട്ടണമെങ്കിൽ വെക്റ്റർ സമ്മേഷൻ, വെക്റ്റർ ക്വാണ്ടിറ്റീനെ നമ്മൾ വെക്റ്റർ സമ്മേഷൻ പ്രകാരമാണ്. ആൾജിബ്രിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വെക്ടോറിക്കലി മാത്രമേ നമുക്ക് സം ചെയ്യാൻ പറ്റുള്ളൂ. അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. ഇനി എന്താണ്? യൂസ് ഓഫ് വെക്ടർ ഡയഗ്രാം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് വെക്ടർ ഡയഗ്രാം ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് കാണുക എന്നുള്ളതാണ്. രണ്ട് വെക്ടറുകളാണ് എ ബി എന്നുള്ള 2 വെക്ടറുകൾ. ആ വെക്ടറുകൾ നമുക്ക് എന്ത് ദി ചേഞ്ച് വിച്ച് ഒക്കേഴ്സ് ഇൻ ദി വാല്യൂ ഓഫ് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഓർ കറണ്ട് ഡ്യൂറിങ് എ സൈക്കിൾ ക്യാൻ ആൾസോ ബി ഷോൺ ആസ് ബൈ യൂസിങ് വെക്ടർ ഡയഗ്രാം. നമുക്ക് എന്താണ്? കറണ്ടിൻ്റെയോ അല്ലെങ്കിൽ വോൾട്ടേജിൻ്റെയോ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ആയ വോൾട്ടേജിൻ്റെയോ കറണ്ടിൻ്റെയോ ചേഞ്ച് സംഭവിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം? വെക്ടർ ഡയഗ്രാം ഉപയോഗിച്ച് നമുക്ക് സൂചിപ്പിക്കാൻ പറ്റും, അത് കണ്ടുപിടിക്കാനും പറ്റും. എ വെക്ടർ ഈസ് എ ലൈൻ സെഗ്മെൻറ്റ് ദാറ്റ് ഹാസ് എ ഡെഫിനിറ്റ് ലെങ്ത് ആൻഡ് ഡയറക്ഷൻ. ഡെഫിനിറ്റ് ലെങ്ത്തും ഡയറക്ഷനും ഉള്ള ഒരു നിശ്ചിത ലെങ്ത്തും ഡയറക്ഷനും ഉള്ള ഒരു ലൈൻ സെഗ്മെൻ്റാണ് വെക്ടർ എന്ന് പറഞ്ഞാൽ. ഈ വെക്ടർ ഡയഗ്രാം എന്ന് പറയുന്നത് ഈ ഒരു സാധനമാണ്. എന്തുണ്ട്? ഇവിടുന്ന് മുതൽ ഒ ബി എന്നുള്ളതാണ് ഒരു വെക്ടർ, ഒ എ എന്ന് പറഞ്ഞാൽ വേറൊരു വെക്ടർ. ഈ ഒരു വെക്ടർ എന്താണ്? കൃത്യമായ ലെങ്ത്തും ഡയറക്ഷനും ഈ ഡയറക്ഷനിലാണ് കൃത്യമായ ലെങ്ത്തും ഡയറക്ഷനും എന്നാണ്. ഇനി വെക്ടർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ അതാ ഈസ് 2 or more വെക്ടേഴ്സ് ജോയിൻ ടുഗദർ ടു കൺവേ ഇൻഫോർമേഷൻ. ഒരു ഇൻഫോർമേഷൻ നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും വേണ്ടി 1 or 2 അതിലധികമോ വെക്ടറുകൾ ജോയിൻ ചെയ്യാം. ഇവിടെ നോക്കുക, ഒ ബി ഒ എ എന്ന് പറഞ്ഞ 2 വെക്ടറുകൾ ജോയിൻ ചെയ്തതാണ്. ഒ എന്ന് പറഞ്ഞ പോയിന്റിൽ 2 വെക്ടറുകൾ തമ്മിൽ ജോയിൻ ചെയ്തു. അപ്പോൾ 2 or അതിലധികമോ വെക്ടറുകൾ ജോയിൻ ചെയ്തതാണ്, പരസ്പരം ജോയിൻ ചെയ്തതാണ് വെക്ടർ ഡയഗ്രാം എന്ന് പറയുന്നത്. വെക്ടർ ഡയഗ്രാം ഡോൺ ടു സ്കെയിൽ ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റർമൈൻ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് ഓർ വോൾട്ടേജ്. നമുക്ക് എന്താണ്? വെക്ടർ ഡയഗ്രാം ഉപയോഗിച്ചിട്ട് നമുക്ക് കറണ്ടിൻ്റെയോ വോൾട്ടേജിൻ്റെയോ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വെക്ടർ ഡയഗ്രാം ആർ യൂസ്വലി യൂസ്ഡ് വിത്ത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനാണ്. ട്രിഗ്നോമെട്രി നിങ്ങൾ കാൽക്കുലേഷനിൽ പഠിച്ചു കഴിഞ്ഞോ എന്നുള്ളത് അറിയില്ല, എന്തായാലും നിങ്ങൾ താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിച്ചതാണ് അല്ലേ. കോസ്, സൈന്, കോസ്, ടാൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണ് വെക്ടർ ഡയഗ്രാം സാധാരണയിൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനിലാണ്. പിന്നെ എന്താണ്? മെനി ഇലക്ട്രിക്കൽ പ്രോബ്ലം ആർ സോൾവ്ഡ് ത്രൂ ദി യൂസ് ഓഫ് ട്രിഗ്നോമെട്രി. നമുക്ക് എന്താണ്? ഇലക്ട്രിക്കൽ പ്രോബ്ലങ്ങൾ, കുറേ അധികം ഇലക്ട്രിക്കൽ പ്രോബ്ലങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ട്രിഗ്നോമെട്രി ഉപയോഗിച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും.
The vector diagram used with trigonometric function are generally in the form of triangle and or parallelogram. നമുക്ക് പിന്നെ വെക്ടർ ഡയഗ്രാം എന്താണ് ട്രിഗ്നോമെട്രി ഉപയോഗിച്ചിട്ട് നമുക്ക് പിന്നെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് സാധാരണയിൽ നമ്മളെന്താണ് ട്രയാങ്കിളോ അല്ലെങ്കിൽ പാരലോഗ്രം, ഒന്നുകിൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ പാരലോഗ്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാധാരണയിൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ വെക്ടർ ഡയഗ്രാം സോൾവ് ചെയ്യുക. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾ പിന്നെ കാൽക്കുലേഷനിൽ പഠിക്കും. അപ്പോൾ അതിൽ ചെറിയ രീതിയിൽ വെക്ടർ അഡീഷൻ എങ്ങനെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ ഇവിടെ പറയാണ്. വെക്ടർ അഡീഷൻ രണ്ട് രീതിയിൽ. പിന്നെ when the vectors are right angles we can add them in the പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വെക്ടർ അഡീഷൻ നടത്താം. ഒന്ന് പൈതഗോറസ് തിയറം എങ്ങനെയാണ് ആ വെക്ടർ അഡീഷൻ നടത്തുന്നതെന്ന് പറഞ്ഞാൽ റിസൾട്ടൻ്റ് ഓഫ് വെക്ടേഴ്സ്, രണ്ട് വെക്ടേഴ്സ് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഇവിടെ ഫിഗർ കൊടുക്കാൻ വിട്ടുപോയതാണ്. ഈ ഫിഗറാണ് അവിടെ പിന്നെ വേണ്ടത്. ഈ ഫിഗർ എന്താണ് രണ്ടും റൈറ്റ് ആംഗിളാണ്, 90 ഡിഗ്രിയാണ്. എ ബി എന്നുള്ള ഈ ഫിഗർ വെച്ചിട്ടാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ ഫിഗർ കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ വെക്ടർ അഡീഷൻ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് രണ്ടും റൈറ്റ് ആംഗിൾ ആണെങ്കിൽ വി ക്യാൻ ആഡ് ദം പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പൈതഗോറസ് തിയറം പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ റിസൾട്ടൻ്റ് ഓഫ് എ ബി, എ എന്നുള്ളതും ബി എന്നുള്ളതും നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു. അതിൻ്റെ റിസൾട്ടൻ്റ് ആണ് സി, ആ ഡയഗണൽ നമ്മളിങ്ങനെ ഡയഗണൽ വരച്ചിട്ടുണ്ട്. സി എന്നുള്ളത് എന്താണ് അതിൻ്റെ റിസൾട്ടൻ്റ് ആണ്. അത് കണ്ടുപിടിക്കാൻ നമുക്ക് സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ വെച്ചിട്ട് നമുക്ക് കാണാം. അപ്പോൾ ആ ഡയഗണൽ കാണണമെങ്കിൽ അതിൻ്റെ എന്താണ് പിന്നെ ഡയഗണലാണ് അതിൻ്റെ സമ്മ്. വെക്ടർ അഡീഷൻ എന്ന് പറയുന്നത് എന്താണ് ആ ഡയഗണലാണ്. ആ ഡയഗണൽ കാണാൻ സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കണ്ടാൽ മതി. അപ്പോൾ സി ഈക്വൽ ടു എ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കണ്ടാൽ മതി. രണ്ട് സൈഡും സ്ക്വയർ ചെയ്തിട്ട് അതിൻ്റെ റൂട്ട് കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയഗണൽ നമുക്ക് കാണാൻ പറ്റും, സി കാണാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തത് പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതിൻ്റെ ഡയഗണൽ കാണണമെങ്കിൽ നമ്മൾ രണ്ട് ഭാഗവും കൂട്ടി യോജിപ്പിക്കുക. പിന്നെ ഒന്നുകൂടി പറയുകയാണ്, നമ്മൾ ആ ചിത്രം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇതാണ് രണ്ട് വെക്ടറുകൾ, അതാണ് വെക്ടർ ഡയഗ്രാം. ഈ രണ്ട് വെക്ടറുകളുടെ സമ്മാണ് നമുക്ക് കാണേണ്ടത് എങ്കിൽ നമ്മളെന്ത് ചെയ്യുക, ഇതേ അളവിൽ ഇവിടെ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് വരയ്ക്കുക. അതേപോലെ ഈ എ എന്നുള്ള ഇതിൻ്റെ അളവിൽ ഇവിടെയും കൂട്ടി യോജിപ്പിക്കുക. ആ കൂട്ടി യോജിപ്പിച്ച് എന്ത് ചെയ്യുക, ഈ ഒ എന്നുള്ള പോയിന്റിൽ നിന്നും ഇവിടെയുള്ള ഈ പോയിന്റിലേക്ക് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈന് അതാണ് സി. അപ്പോൾ ഈ സി കാണണമെങ്കിൽ ഇതാണ് ഡയഗണൽ. ഈ പിന്നെ ഇതിൻ്റെ ഡയഗണൽ ഈ സി എന്ന് പറയുന്നത് ഇതാണ്. ഇങ്ങനെ ഇങ്ങോട്ട് ഒരു ഡയഗണൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. അത് രണ്ടും സെയിം ആയിരിക്കും. അപ്പോൾ ഈ ഡയഗണൽ കാണണമെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഈ വെക്ടർ എയും വെക്ടർ ബിയുടെയും കൂട്ടിയാൽ നമുക്ക് കിട്ടൽ ഈ ഡയഗ്രാം. ഈ സി ആണ് ഇതിൻ്റെ സമ്മ്. എയും ബിയും കൂടി വെക്ടർ എയും ബിയും കൂടി കൂട്ടിയാൽ കിട്ടുന്നതാണ് സി. അപ്പോൾ അത് കാണാനുള്ള ഇക്വേഷനാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. എന്താണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സി ഈക്വൽ ടു സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ സി കാണണമെങ്കിൽ എന്താ ചെയ്യുക, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ആ കാര്യമാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. എന്താണ് സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എന്നിട്ട് എന്ത് ചെയ്യുക, സി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇനി അടുത്തത് എന്താണ്, വെക്ടർ ആർ അതർ ദാൻ റൈറ്റ് ആംഗിൾ അല്ലാത്തതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പാരലോഗ്രം ലോ. ഇത് രണ്ടും നിങ്ങൾ പഠിച്ചതോ അല്ലെങ്കിൽ പിന്നെ താഴ്ന്ന ക്ലാസ്സുകൾ പഠിച്ചതാണ്. ഇനി നമ്മുടെ ITI തന്നെ എന്താണ് നമുക്ക് പിന്നെ കാൽക്കുലേഷനിൽ നിങ്ങൾ പഠിക്കും. അപ്പോൾ പാരലോഗ്രം ലോ ഉപയോഗിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ പാരലോഗ്രം ലോ എന്താണ്, രണ്ട് വെക്ടറുകൾ OA OB ആർ ആക്ടിങ് ഓൺ ദ സെയിം പോയിന്റ് ഒ എന്നുള്ള പോയിന്റിൽ നിന്ന് OA ആൻഡ് OB രണ്ടും സെയിം പോയിന്റിൽ നിന്നാണ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ ബോത്ത് വെക്ടേഴ്സ് ക്യാൻ ആഡഡ് ബൈ ദ പാരലോഗ്രാം മെത്തേഡ്. ഈ വെക്ടേഴ്സുകൾ നമുക്ക് എന്താണ് പാരലോഗ്രാം മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്താണ്, നമ്മൾ ആദ്യം തന്നെ പാരലോഗ്രാം ഫുള്ളാക്കുക എന്ന് പറഞ്ഞാൽ ഇതേ അളവിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ വരയ്ക്കുക. ഈ പോയിന്റിൽ നിന്നും ഇത് അവസാനിക്കുന്ന പോയിന്റിൽ നിന്നും ഇതേ അളവിന് ഇതേ ആംഗിളിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു വരയ്ക്കുക. അതേപോലെ OA എന്നുള്ളത് അതേ മുകളിൽ ഇങ്ങോട്ട് പാരലൽ ചെയ്യുക. അതാണ് ഈ OB എന്നുള്ളത് ഇങ്ങോട്ട് പാരലൽ ചെയ്യുക. എന്ത് ചെയ്യുക, OA എന്നുള്ളത് ഇങ്ങോട്ട് പാരലൽ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ കൂട്ടി
യോജിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒ എന്നുള്ളത് ഈ ഡയഗണൽ വരക്കുക. അപ്പോൾ എന്താണ് ഈ ഒ എ പ്ലസ് ഒ ബി എന്നുള്ളത് എന്താണ് ഒ സി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സൈഡ് കൂടി കൂട്ടിയാൽ കിട്ടുന്നത് നമുക്ക് എന്ത് ചെയ്യും, ഈ ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഒ സി എത്രയാണെന്നുള്ള അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ സമ്മ ചെയ്യുക. ഈ വെക്ടറുകളുടെ സമ്മാണ് ഈ ഒ സി. അപ്പോൾ ഒ സി റെപ്രസെൻറ്റ് ദ റിസൾട്ടൻ്റ് വെക്ടർ ഓഫ് ബോത്ത് വെക്ടർ. രണ്ട് വെക്ടറിൻ്റെയും കൂടി സമ്മാണ് എന്ത് ഒ സി എന്ന് പറയുന്നത്. അപ്പോൾ അത് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. എന്താണ് ഒ എ സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്വയർ നമ്മൾ നേരത്തെ പിന്നെ പൈതഗോറസ് തിയറിയിൽ പറഞ്ഞ മാതിരി ഈ സി സ്ക്വയർ കാണണമെങ്കിൽ എന്താണ് ഒ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഒ ബി സ്ക്വയർ മൈനസ് 2 ഒ എ ഒ ബി കോസ് തീറ്റ എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് ഇതിനെ നമ്മൾ ഒ എന്നുള്ളത് മാറ്റിയിട്ട് ഇവിടെ ഇത് എയും ഒ ബി എന്നുള്ളത് മാറ്റിയിട്ട് ഇവിടെ ബിയും ഇത് ഒ സി എന്നുള്ളത് മാറ്റിയിട്ട് സിയും ആക്കി മാറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സി സീക്വൽ ടു സി ആക്കണമെങ്കിൽ ഇതാണ് സി സ്ക്വയർ സീക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് അല്ലേ 2ab കോസ് തീറ്റ. ഇനി സി കാണണമെങ്കിൽ സി സീക്വൽ ടു റൂട്ട് ഓഫ് ഒ എന്ന് പറഞ്ഞാൽ എ, ഒ എ എന്ന് പറഞ്ഞാൽ എ എന്നാക്കിയിട്ട് നമ്മൾ മാറ്റി ഒ ബി എന്നുള്ളത് ബി ആക്കിയിട്ട് മാറ്റുകയാണെങ്കിൽ ഒ എന്നുള്ള എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് പയ്യോ അല്ലെങ്കിൽ കോസ് തീറ്റ ഇവിടെ ഏതാണോ കൊടുത്തതെങ്കിൽ തീറ്റ അല്ലെങ്കിൽ പയ്യോ. അപ്പോൾ കോസ് തീറ്റ എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് അപ്പോൾ രണ്ട് ഇക്വേഷനും ഓർത്ത് വെക്കുക. പൈതഗോറസ് തിയർ ആണെങ്കിൽ സി സീക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് റൈറ്റ് ആംഗിൾ ആണെങ്കിൽ പൈതഗോറസ് വെച്ച് കാണാം, അല്ലാത്തതാണെങ്കിൽ നമുക്ക് പാരലോഗ്രാം ലോ വെച്ചിട്ട് കാണാം. അത് സി സീക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അത് നേരത്തെ പൈതഗോറസ് തിയറിലുള്ളതാണ് മൈനസ് 2ab കോസ് തീറ്റ എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് ഇവിടുത്തെ തീറ്റ നമുക്ക് ആംഗിൾ എത്രയാണോ അത് വെച്ചിട്ട് 2a മൈനസ് 2ab കോസ് തീറ്റ എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് പാരലോഗ്രാം ലോ വെച്ചിട്ട് കാണാൻ പറ്റും. ഇത് രണ്ടും നമുക്ക് എന്താണ് ഇനിയുള്ള ടോപ്പിക്കുകളിൽ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് ഫേസ്. എന്താണ് ഒരു ഫേസ് അല്ലേ, സിംഗിൾ ഫേസ് 3 ഫേസ് എന്നൊക്കെ പറഞ്ഞു വെക്കാം. എന്താണ് ഈ ഫേസ്? ദി ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ എ സി ക്വാണ്ടിറ്റി ത്രൂ ഡിഫറെൻറ്റ് സ്റ്റേജസ് നോൺ ആസ് ഫേസ്. അതാണ് ഒരു എ സി ക്വാണ്ടിറ്റി, അത് കറണ്ടോ വോൾട്ടേജോ ആവാം. അതിൻ്റെ എന്താണ് പിന്നെ ഡിഫറെൻറ്റ് സ്റ്റേജിലൂടെയുള്ള ഡെവലപ്മെൻറ്റ്. ഇങ്ങനെ സീറോയിൽ നിന്നും മാക്സിമം, മാക്സിമത്തിൽ നിന്നും സീറോ, സീറോയിൽ നിന്നും പിന്നെ നെഗറ്റീവ് മാക്സിമം, സീറോ, ഇങ്ങനെ എന്താണ് ഇത് സൈൻ വേവ് തന്നെ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. എ സി ക്വാണ്ടിറ്റീൻ്റെ ഈ ഡിഫറെൻറ്റ് സ്റ്റേജിലൂടെയുള്ള ഡെവലപ്മെൻറ്റിനെയാണ് ഫേസ് എന്ന് പറയാം. അപ്പോൾ 3 ഫേസ് 3 ഫേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ 3 ഉണ്ടാവും, അതിൻ്റെ ആംഗിൾ വ്യത്യാസം ഉണ്ടാവും. എന്താണ് ഇങ്ങനത്തെ 3 പിന്നെ ഫേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ 3 ഡെവലപ്മെൻറ്റ് 3 രീതിയിലായിരിക്കും ഡെവലപ്പ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഇത് മാക്സിമത്തിലെത്തുന്ന സമയത്ത് രണ്ടാമത്തെ ഫേസ് മാക്സിമത്തിലെത്തില്ല, വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അങ്ങനെ അതാണ് 3 ഫേസ്. അപ്പോൾ ഒരു ഫേസ് എന്ന് പറഞ്ഞാൽ ഇത് ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ എ സി ക്വാണ്ടിറ്റി ത്രൂ ഡിഫറെൻറ്റ് സ്റ്റേജസ്. അപ്പോൾ ഒരു കംപ്ലീറ്റ് പിന്നെ സൈക്കിളിൽ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, വേരിയസ് സ്റ്റേജിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ ഡെവലപ്മെൻറ്റ് എന്താണ് വേരിയസ് സ്റ്റേജിലൂടെ നമ്മൾ ഡെവലപ്മെൻറ്റ് ചെയ്ത് പോകേണ്ടതെന്ന് പറഞ്ഞു. ആ ഡെവലപ്മെൻറ്റ് ഓഫ് ദി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ 0 ടു മാക്സിമം, പോസിറ്റീവ് സൈഡിലേക്ക് 0 ടു മാക്സിമം, മാക്സിമത്തിൽ നിന്നും പിന്നെ 0യിലേക്ക്, അത് പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, പിന്നെ എന്താണ് റൈസിങ് പിന്നെ റിവേഴ്സിൽ എന്താണ് 0യിൽ നിന്നും നെഗറ്റീവ് മാക്സിമത്തിൽ, പിന്നെ മാക്സിമത്തിൽ നിന്നും 0യിലേക്ക്. ഈ ഡെവലപ്മെൻറ്റിനെയാണ് നമ്മൾ ഫേസ് എന്ന് പറയാം. ഇനി ഇൻ ഫേസ് ക്വാണ്ടിറ്റി, ഈ ഫേസ് എന്താണ് പറഞ്ഞ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി അതെന്നുണ്ട്, വോൾട്ടേജും കറണ്ടും ഉണ്ട്. അപ്പോൾ ഈ വോൾട്ടേജും കറണ്ടിൻ്റെയും പിന്നെ നമ്മൾ രണ്ടും ഈ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീൻ്റെ പറയുകയാണെങ്കിൽ, അപ്പോൾ ഇൻ ഫേസ് ക്വാണ്ടിറ്റികൾ ഇൻ ഫേസ് ആണ്. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ വോൾട്ടേജും കറണ്ടും. അപ്പോൾ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, വോൾട്ടേജും കറണ്ടും എങ്ങനെയാണെന്നുള്ളതാണ്. ഇൻ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെൻ 2 ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസ് ആണ് ഈ ക്വാണ്ടിറ്റി എന്നാണ്. ഈ 2 ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി കറണ്ടും വോൾട്ടേജും ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞതാണ്. അറ്റൈൻ എത്തിപ്പെടുക, ഇത് ദയർ മാക്സിമം ആൻഡ് മിനിമം വാല്യൂ സൈമൾട്ടേനിയസ്ലി, ഒരേ സമയത്ത് ഈ 2 ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയും എന്താണ് അതിൻ്റെ മാക്സിമം വാല്യൂയിലും മിനിമം വാല്യൂയിലും ഒരേ സമയത്താണ് എത്തുന്നത് എങ്കിൽ അതിനെ ഇൻ ഫേസ് എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ ഈ ക്വാണ്ടിറ്റികൾ എന്നാണ് വോൾട്ടേജും കറണ്ടും അതിൻ്റെ പിന്നെ മിനിമത്തിലും മാക്സിമത്തിലും ഒരേ സമയമാണ് എത്തുന്നത് എങ്കിൽ, ഇവിടെ നോക്കുക, ഇത് വോൾട്ടേജാണ്, ഇത് കറണ്ടാണ്. ഈ പോണത് വോൾട്ടേജിൻ്റെ പിന്നെ വേവ് ഫോമാണ്, ഇത് കറണ്ടിൻ്റെ വേവ് ഫോമാണ്.
ഇതിങ്ങനെ പോണത്. ഇതിൻ്റെ സീറോ അല്ലേ, രണ്ടും ഒരേ സമയത്താണ്. ഇതിൻ്റെ മിനിമം പൊസിഷൻ എന്ന് പറഞ്ഞാൽ സീറോയിലെത്തിയത് ഒരേ സമയത്താണ്, മാക്സിമത്തിലെത്തുന്നതും ഒരേ സമയത്താണ്, സീറോയിലെത്തുന്നത് വീണ്ടും ഒരേ സമയത്താണ്, ഇവിടെ എത്തുന്നതും ഒരേ സമയത്ത്. ഇങ്ങനെ ഒരേ സമയത്താണ് ഈ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റികൾ അതിൻ്റെ മാക്സിമത്തിലും മിനിമത്തിലും എത്തുന്നതെങ്കിൽ അതിനെ ഇൻ ഫേസ് എന്നാണ് പറയുക. ഇനി ഔട്ട് ഓഫ് ഫേസ് അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് പിന്നെ 3 ഫേസിൽ എന്താണ് 3 ഫേസും തമ്മിൽ 120 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടെന്നാണ് പറയുക. അപ്പോൾ എന്താണ് ഈ ഫേസ് ഡിഫറൻസ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഫേസ് എന്നും അതിൻ്റെ പേര് പറയും. എന്താണ് വെൻ 2 ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസ് ഡു നോട്ട് റീച്ച് ദെയർ മാക്സിമം ആൻഡ് മിനിമം വാല്യൂ സൈമൾട്ടേനിയസ്ലി. 2 ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റികളും അതിൻ്റെ മിനിമം വാല്യൂവും മാക്സിമം വാല്യൂവും എത്തുന്നത് ഒരേ സമയത്തല്ല എങ്കിൽ അതിനെ ഫേസ് ഡിഫറൻസ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഫേസ് എന്നാണ് പറയുക. അതിനൊരു ഫേസ് ഡിഫറൻസ് ഉണ്ടെന്ന് പറയും, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഫേസ് ആണ് എന്ന് പറയും. ഈ ഫേസ് ഡിഫറൻസ് ഈസ് മെഷേർഡ് ഇൻ ഇലക്ട്രിക്കൽ ഡിഗ്രി ഓർ റേഡിയൻസ്. ഫേസ് ഡിഫറൻസ് മെഷർ ചെയ്യുന്നത് ഇലക്ട്രിക്കൽ ഡിഗ്രിയിലാണ്, മെക്കാനിക്കൽ ഡിഗ്രിയിലല്ല, അല്ലെങ്കിൽ റേഡിയനിലാണെന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇൻ ഫേസും ഔട്ട് ഓഫ് ഫേസും അറിയണം. ഇൻ ഫേസ് എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ സമയത്താണ് മാക്സിമത്തിലും മിനിമത്തിലും എത്തുന്നതെങ്കിൽ അതിനെ ഇൻ ഫേസ് എന്നും, ഒരേ സമയത്തല്ല ഇതിൻ്റെ മാക്സിമത്തിലും മിനിമത്തിലും ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റികൾ എത്തുന്നത് എങ്കിൽ അതിനെ ഔട്ട് ഓഫ് ഫേസ് അല്ലെങ്കിൽ അതിന് ഫേസ് ഡിഫറൻസ് ഉണ്ട് എന്ന് പറയും. ഇവിടെ നോക്കുക, വോൾട്ടേജ് 0-യിലാണ്. ആ സമയത്ത് ഇവിടെ 0-യിൽ എത്തിയിട്ടില്ല, കറണ്ട് 0-യിൽ എത്തിയിട്ടില്ല. ഇവിടെ മാക്സിമമാണ്, ആ മാക്സിമത്തിൽ എത്തുമ്പോൾ ഇവിടെ മാക്സിമത്തിൽ എത്തുന്നില്ല. രണ്ടും 2 സമയത്താണ് എത്തുന്നതെങ്കിൽ ഡിഫറൻറ്റ് അത് എത്തുന്നത് രണ്ടും 2 സമയത്താണെങ്കിൽ, ഒരേ സമയത്തല്ല എങ്കിൽ അതിനെ ഔട്ട് ഓഫ് ഫേസ് ഡിഫറൻസ്. ഇനി ക്വാഡ്രേച്ചർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. വെൻ ദി ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ 2 ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റീസ്. നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടും ഒരേ സമയത്തല്ല എത്തുന്നത്. ഇനി ആ ഒരേ സമയത്തല്ലാത്തത് എന്താണ്, 2 ക്വാണ്ടിറ്റിയും തമ്മിൽ 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിനെ ക്വാഡ്രേച്ചർ ക്വാണ്ടിറ്റി എന്നാണ് പറയുക. ഇവിടെ നോക്കാം, 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഒരു ഹാഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. ഒരു ഹാഫ് സൈക്കിൾ 180 ഡിഗ്രിയാണ്. മൊത്തം ആകുമ്പോൾ 360 ഡിഗ്രി വരും. അപ്പോൾ ഈ ഇവിടെ നോക്കുക, നമ്മൾ സാധാരണയിൽ ഇവിടെ ഇത് വോൾട്ടേജ്, ഇത് കറണ്ടുമാണ്. ഇവിടെ കറണ്ട് 0-യിൽ എത്തുന്ന സമയത്ത് വോൾട്ടേജ് എന്താണ്, 90 ഡിഗ്രി അല്ലേ, ഇതിന് മാക്സിമത്തിലാണ്. മാക്സിമം ഇത് 90 ഡിഗ്രിയാണ് ഫേസ് ഡിഫറൻസ്. ഇത് തമ്മിലുള്ള കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 90 ഡിഗ്രിയാണ്. ആ 90 ഡിഗ്രി ആണെങ്കിൽ അതിനെ ക്വാഡ്രേച്ചർ ക്വാണ്ടിറ്റി എന്നാണ് പറയുക. ഇനി ആൻറ്റി ഫേസ് ക്വാണ്ടിറ്റി. ആൻറ്റി ഫേസ് എന്ന് പറഞ്ഞാൽ വെൻ 2 ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് ആർ ഔട്ട് ഓഫ് ഫേസ് ബൈ 180 ഡിഗ്രി ഇലക്ട്രിക്കൽ, ദേ ആർ സെഡ് ടു ബി ആൻറ്റി ഫേസ് ക്വാണ്ടിറ്റി. എന്താണ്, 2 ക്വാണ്ടിറ്റിയും തമ്മിൽ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ്, ഔട്ട് ഓഫ് ഫേസ് എന്ന് പറഞ്ഞാൽ ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിനെ ആൻറ്റി ഫേസ്. ഇവിടെ നോക്കുക, 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നേരെ വിപരീതം, ആൻറ്റിയാണ് ആൻറ്റി ഫേസ്. ഇതിന് നേരെ വിപരീതമാണ് ഇതിൻ്റെ ഫേസ്. അപ്പോൾ നോക്കുക, വോൾട്ടേജിൻ്റെ ആണിത്, ഇത് കറണ്ടിൻ്റെ ആണ്. രണ്ടും തമ്മിൽ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിനെ ആൻറ്റി ഫേസ് ക്വാണ്ടിറ്റി എന്നാണ് പറയുക. അപ്പോൾ ഇനി ഒരു ലീഡിങ് ക്വാണ്ടിറ്റിയും ലാഗിങ് ക്വാണ്ടിറ്റിയും. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിനി AC സർക്യൂട്ടിൽ റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ് ഇതിൻ്റെ എഫക്റ്റുകൾ പറയുമ്പോൾ ലീഡിങ് ക്വാണ്ടിറ്റിയും ലാഗിങ് ക്വാണ്ടിറ്റി, ഫേസ് ഡിഫറൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലീഡിങ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ വെൻ ടു ഇലക്ട്രിക്കൽ the alternating quantities that reaches its maximum value earlier than other quantity is known as leading quantity. ഈ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയിൽ ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യുക, അതിൻ്റെ മാക്സിമം വാല്യൂവിൽ എന്ത് ചെയ്യുക, മറ്റേ ക്വാണ്ടിറ്റിയേക്കാൾ മുന്നേ എത്തുകയാണെങ്കിൽ അതിനെ ലീഡിങ് ക്വാണ്ടിറ്റി എന്ന് പറയാം. ഇതിൽ നമ്മൾ ഈ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയിൽ ഏതെങ്കിലും ഒന്നെന്നുള്ളതിന് പകരം നമ്മൾ സാധാരണയിൽ പറയുക എന്നാണ്. ഇവിടെ നോക്കുക, കറണ്ട് ലീഡ്സ് വോൾട്ടേജ്. കറണ്ട് വോൾട്ടേജിനെ ലീഡ് ചെയ്തോ ലാഗ് ചെയ്തോ എന്നുള്ളതാണ് പറയുക. കറണ്ട് നേരത്തെ എത്തുമോ അല്ലെങ്കിൽ നേരം വൈകിയാണോ എത്തുക. ഇവിടെ കറണ്ട് ഏതെങ്കിലും ഒന്നെന്ത് ചെയ്യുക, ലീഡ് ചെയ്താൽ അതിനെ ലീഡിങ് ക്വാണ്ടിറ്റി എന്നാണ് പറയുക. ഇവിടെ നോക്കുക, 0 ആണിപ്പോൾ വോൾട്ടേജ് 0-ലാവുമ്പോൾ കറണ്ട് എന്താണ് അല്ലേ, കറണ്ട് 90 ഡിഗ്രി ആണെന്നില്ല, 10 ഡിഗ്രി ആണെങ്കിൽ പോലും എന്ന് പറഞ്ഞാൽ കറണ്ടാണ് നേരത്തെ എത്തുന്നത് അല്ലേ. ഇവിടെ 0 ആണ്, അപ്പോഴേക്കും കറണ്ട് 10 എത്തുന്നുണ്ടെങ്കിൽ എന്താണ്
10 ഡിഗ്രി ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും എന്ന് പറഞ്ഞാൽ എത്രയെങ്കിലും 90 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ ക്വാഡ്രേച്ചർ എന്ന് പറഞ്ഞു. എന്താണ് ഇതിനെന്താണ് കറണ്ട് നേരത്തെ എത്തുന്നുണ്ടെങ്കിൽ അതിനെ ലീഡിങ് ക്വാണ്ടിറ്റി എന്നാണ് പറയുക. കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ ഇവിടെ 90 ഡിഗ്രി വോൾട്ടേജിനെ കറണ്ട് ലീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ കറണ്ട് നേരത്തെ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് 0 ആവുന്ന സമയത്ത് എത്രയെങ്കിലും ഒരു ഡിഗ്രി 10 ഡിഗ്രിയോ 5 ഡിഗ്രിയോ ഇനി 90 ഡിഗ്രിയോ എത്ര ഡിഗ്രി ആണെങ്കിലും ഒരു ഡിഗ്രിയെങ്കിലും കറണ്ട് നേരത്തെ എത്തുന്നുണ്ടെങ്കിൽ അതിനെ ലീഡിങ് ക്വാണ്ടിറ്റി എന്നാണ് പറയുക. ഇനി ലാഗിങ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ദി ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ദാറ്റ് റീച്ചസ് ഇറ്റ്സ് മാക്സിമം വാല്യൂ ലേറ്റർ ദാൻ ദി അതർ. ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി ഒന്ന് കഴിഞ്ഞിട്ടാണ് മറ്റത് വരുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞു കറണ്ടാണ് നമ്മൾ സാധാരണ പിന്നെ റെഫർ ചെയ്യാനും വേണ്ടി എടുക്കുക. കറണ്ട് നേരത്തെയാണോ അല്ലെങ്കിൽ കറണ്ട് നേരം വൈകിട്ടാണോ എന്നുള്ളതാണ് എടുക്കുക. ഇവിടെ നോക്കുക, ഇവിടെ കറണ്ട് ലാഗ്സ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. ഇവിടെ ആദ്യം എത്തുന്നത് ഏതാണ്? ഇവിടെ ആദ്യം എത്തിയത് ഏതാണ്? വോൾട്ടേജ് ആണ് അല്ലേ. 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ട്. കറണ്ട് 0 ആവുന്ന സമയത്ത് വോൾട്ടേജ് 90 ഡിഗ്രി ഉണ്ട്. ഇങ്ങനെ 90 ഡിഗ്രി വേണമെന്നില്ല, ഒരു ഡിഗ്രി ആണെങ്കിൽ പോലും ഇവിടെ ഇങ്ങനെ ഒരു ഡിഗ്രി നേരത്തെ എത്തിയാൽ പോലും എന്താണ് അടുത്തത് തുടങ്ങുന്നത് ഈ ഇവിടുന്ന് തന്നെയാണെങ്കിൽ പോലും എന്താണ് ഒരു ഡിഗ്രി ആണെങ്കിൽ പോലും എന്താണ് നേരത്തെ എത്തുകയാണെങ്കിൽ പിന്നെ വോൾട്ടേജ് ആണ് നേരത്തെ എത്തണമെങ്കിൽ. കറണ്ട് പിറകിലാണെങ്കിൽ കറണ്ടാണ് നമ്മൾ സാധാരണ ഒരു കറണ്ടാണ് നേരത്തെ എത്തണമെങ്കിൽ അതിനെ ലീഡിങ് എന്നും കറണ്ട് പിറകിലാണെങ്കിൽ അതിനെ എന്താണ് ലാഗിങ് ക്വാണ്ടിറ്റി എന്നാണ് പറയുക. ഇവിടെ കറണ്ട് ലാഗ്സ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. ഇവിടെ ഈ ചിത്രത്തിൽ എന്താണ് കറണ്ട് 90 ഡിഗ്രി ലാഗ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ലീഡിങ് ക്വാണ്ടിറ്റിയും പിന്നെ ലാഗിങ്ങും അതെന്താണ് കറണ്ട് നേരത്തെ എത്തുകയാണെങ്കിൽ അതിന് ലീഡിങ് ക്വാണ്ടിറ്റി എന്നും എന്താണ് കറണ്ട് വോൾട്ടേജിനേക്കാൾ പിറകിലാണ് വരുന്നതെങ്കിൽ അതിനെ ലാഗിങ് ക്വാണ്ടിറ്റിയുമാണ് എന്നുമാണ് പറയുക എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി ഇതിന് മുമ്പേ നമ്മൾ എന്താണ് കപ്പാസിറ്റൻസും ഇൻഡക്റ്റൻസും പഠിച്ചു കഴിഞ്ഞതാണ്. അതിലുള്ള 2 കാര്യങ്ങൾ ഇവിടെ ഒന്ന് സൂചിപ്പിച്ച് പോവാണ്. അത് എന്തിനാണെന്ന് വെച്ചാൽ അടുത്തതായിട്ട് പറയാൻ ഒരു ഇമ്പിഡൻസ് പറയാനുണ്ട്, അതിനു വേണ്ടിയാണ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് നമ്മൾ പറഞ്ഞാണ് ദി ഒപ്പോസിഷൻ ഡ്യൂ ടു ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ ഇൻ ആൻ AC സർക്യൂട്ട്. AC സർക്യൂട്ടിൽ ഇൻഡക്റ്റൻസ് കൊണ്ടുണ്ടാണ് ഒപ്പോസിഷനെ നമ്മൾ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയും. അതിനെ എന്താണ് XL എന്നുള്ള ഇതിലാണ് സൂചിപ്പിക്കുക. അതിൻ്റെ മെഷർ ചെയ്യുന്നത് ഓമിലാണ്, അതിൻ്റെ യൂണിറ്റ് ഓമാണ്. പിന്നെ L ഈസ് ദ ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ, ദെൻ ഇറ്റ്സ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കാണാനില്ല. L XL സീക്വൽ ടു 2πfL ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. XL എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, പിന്നെ എന്താണ് F എന്ന് പറഞ്ഞാൽ സപ്ലൈ ഫ്രീക്വൻസി ഇൻവേഴ്സ്, പിന്നെ L എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ ഹെൻറി ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. അപ്പോൾ XL കാണാനുള്ള ഇക്വേഷൻ 2πfL ആണ്. ഇനി കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ ദി ഒപ്പോസിഷൻ ഡ്യൂ ടു ദ കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ. ഒരു AC സർക്യൂട്ടിൽ നമ്മൾ കപ്പാസിറ്റൻസ് കൊണ്ടുണ്ടാകുന്ന എഫക്റ്റിനെ നമ്മൾ ഒപ്പോസിഷനെ നമ്മൾ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയും. അതിന് XC എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ സൂചിപ്പിക്കുക. അതും മെഷർ ചെയ്യൽ ഓമാണ്. അത് എന്താ ഒപ്പോസിഷൻ ആയതുകൊണ്ട് ഇതൊക്കെ ഓമിലാണ് മെഷർ ചെയ്യുക നമ്മൾ പറഞ്ഞു. C എന്നുള്ളത് കപ്പാസിറ്റൻസ് ആണെങ്കിൽ നമ്മൾ കപ്പാസിറ്റീവ് റിയാക്ടൻസ് കാണാനുള്ള ഇക്വേഷൻ XC is equal to 1/2πfL അല്ലെ 1/2πfC എന്നുള്ള ഇക്വേഷനാണ്. XL കാണാൻ 2πfLും XC കാണാൻ 1/2πfC ഇത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. XC എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഇൻ ഓമിലാണ്. പിന്നെ F സപ്ലൈ ഫ്രീക്വൻസി, C എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ്. ഇനി അടുത്തത് ഇത് പറയാനും വേണ്ടിയാണ് ഈ കാര്യങ്ങൾ രണ്ടും ഇവിടെ പറഞ്ഞത്. ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് DC-യിലാണെങ്കിൽ നമ്മൾ അന്നേ പറഞ്ഞതാണ്. DC-യിലാണെങ്കിൽ എന്താണ് റെസിസ്റ്റൻസ് മാത്രമേ ഒപ്പോസിഷൻ ആയിട്ടുള്ളൂ. കാരണം എന്താണ് കപ്പാസിറ്റൻസോ അല്ലെങ്കിൽ ഇൻഡക്റ്റൻസോ എന്തിനില്ല. DC ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിൽ ചേഞ്ചിങ് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കറണ്ട് ചേഞ്ച് ചെയ്യാത്തത് അതിൽ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞത് ഫിക്സഡ് ആണ്. ഇത് ചേഞ്ചിങ് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് റിയാക്ടൻസ് എന്ന് പറഞ്ഞൊരു സാധനം അവിടെ ഇല്ല. എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്ടൻസോ ഇൻഡക്റ്റീവ് റിയാക്ടൻസോ അവിടെ ഇല്ല. ഓൺലി റെസിസ്റ്റൻസിൻ്റെ ഒപ്പോസിഷൻ മാത്രമേ ഉള്ളൂ. എന്നാൽ AC സർക്യൂട്ടിൽ എന്തുണ്ട് കപ്പാസിറ്റീവ് റിയാക്ടൻസും ഇൻഡക്റ്റീവ് റിയാക്ടൻസും കൂടി അതും കൂടി കൂടും. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഒപ്പോസിഷൻ ഓഫേർഡ് ബൈ AC സർക്യൂട്ടിൽ ടോട്ടൽ ഒപ്പോസിഷനെയാണ് ഇമ്പിഡൻസ് എന്ന് പറയുക. എന്തൊക്കെ കൂടിയേ കണ്ടെയ്നിങ് റെസിസ്റ്റൻസ് ആൻഡ് റിയാക്ടൻസ് ഈസ് കാൾഡ് ഇമ്പിഡൻസ്. റെസിസ്റ്റൻസും റിയാക്ടൻസും കൂടി പിന്നെ ടോട്ടലായിട്ടുള്ള AC സർക്യൂട്ടിലെ റെസിസ്റ്റൻസും റിയാക്ടൻസും കൂടി കൂടിയിട്ടുള്ള ടോട്ടൽ ഒപ്പോസിഷനെ പറഞ്ഞ പേരാണ് ഇമ്പിഡൻസ്. അപ്പോൾ റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്ടൻസും ഇൻഡക്റ്റീവ് റിയാക്ടൻസും കൂടി കൂടിയതാണ് റിയാക്ടൻസ്. അപ്പോൾ എന്താണ് ടോട്ടൽ ഒപ്പോസിഷൻ ഓഫേർഡ് ബൈ AC സർക്യൂട്ട് കണ്ടെയ്നിങ് റെസിസ്റ്റൻസ് ആൻഡ് റിയാക്ടൻസ് ഈസ് കാൾഡ് ഇമ്പിഡൻസ്.
അപ്പോൾ ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഒപ്പോസിഷൻ ഓഫ് എ സി സർക്യൂട്ട്. എന്താണ് ഇമ്പിഡൻസ് എന്ന് ചോദിച്ചാൽ ടോട്ടൽ ഒപ്പോസിഷൻ ഓഫ് എ സി സർക്യൂട്ട് എന്നെങ്കിലും പറയാൻ പഠിക്കുക. അപ്പോൾ ടോട്ടൽ ഒപ്പോസിഷൻ ഓഫ് എ സി സർക്യൂട്ട് എന്തൊക്കെ കൂടിയതാണ് ടോട്ടൽ ഒപ്പോസിഷൻ? റെസിസ്റ്റൻസും റിയാക്റ്റൻസും. റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസും ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും കൂടി കൂടിയതാണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ദി വെക്ടർ സം ഓഫ് റെസിസ്റ്റൻസ് ആൻഡ് റിയാക്റ്റൻസ് കണക്ട് ഇൻ എ സി സർക്യൂട്ട്. എ സി സർക്യൂട്ടിൽ കണക്ട് ചെയ്ത റെസിസ്റ്റൻസിൻ്റെയും റിയാക്റ്റൻസിൻ്റെയും വെക്ടർ സമ്മിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇമ്പിഡൻസ് എന്ന് പറയുക. അങ്ങനെയും പറയാം. ഇമ്പിഡൻസിന് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഇസഡ് ആണ്. ഇത് എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്? റെസിസ്റ്റൻസിൻ്റെ അതേ സ്ഥലത്ത് എ സിയിൽ എന്താണ് ഡി സിയിൽ റെസിസ്റ്റൻസ് ആർ ഈക്വൽ ടു അല്ലെ V/I ആണ്. എന്നാൽ എ സിയിൽ വരുമ്പം ആർ അല്ല വരിക, എന്താണ് ഇസഡ് ഈക്വൽ ടു ആണ് V/I വരിക. മനസ്സിലുണ്ടോ മാറ്റം? എന്താണ് ടോട്ടൽ ഒപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഇസഡ് ആണ് ഇവിടെ, ഇസഡ് ഈക്വൽ ടു ആയിരിക്കും V/I വരിക. അപ്പോൾ ഓർത്തോണം ഇതിൻ്റെ യൂണിറ്റ് ഓം ആണ്. കാരണം എന്താണ് ഒപ്പോസിഷൻ ആണ്. അപ്പോൾ ഓം ആണ് ഇതിൻ്റെ യൂണിറ്റ്. ഇനി നോക്കുക, ഇവിടെ ഒരു ഇമ്പിഡൻസ് ട്രയാങ്കിൾ, ഇതിന് ഇമ്പിഡൻസ് ട്രയാങ്കിൾ എന്നാണ് പറയുക. ഇത് ഇസഡ് ഇമ്പിഡൻസ്, ഈ പിന്നെ ഹൈപ്പോട്ടനിയസ് ആയിട്ട് നമ്മൾ കർണം അല്ലേ, ഇത് രണ്ട് സൈഡുകളും ഇത് കർണുമാണ്, ഹൈപ്പോട്ടനിയസ് ആണ്. ഇത് അഡ്ജസ്റ്റൻറ്റ് സൈഡും ഇത് ഓപ്പോസിറ്റ് സൈഡും. ഇവിടെ ഒരു ഫൈ ഇതിൻ്റെ ആംഗിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? ഇത് റെസിസ്റ്റൻസ്, അഡ്ജസ്റ്റൻറ്റ് സൈഡിൽ റെസിസ്റ്റൻസും പിന്നെ എന്താണ് ഓപ്പോസിറ്റ് സൈഡിൽ റിയാക്റ്റൻസ് XL ഓർ XC ഏതാണോ ഉള്ളത്, അല്ലെങ്കിൽ രണ്ടും കൂടി ഉണ്ടെങ്കിൽ രണ്ടും. എക്സ് എന്നാണ് എന്താണ് റിയാക്റ്റൻസിനെ എക്സ് എന്നുള്ള ലെറ്ററിലാണ് നമ്മൾ സൂചിപ്പിക്കുക. അത് XL അത് നമ്മൾ പിന്നെ മുമ്പേ പറഞ്ഞതാണ്. പിന്നെ എന്താണ് ഹൈപ്പോട്ടനിയസ് ആയിട്ട് ഇസഡ് ഇമ്പിഡൻസും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ദി ഇമ്പിഡൻസ് റെസിസ്റ്റൻസ് ആൻഡ് റിയാക്റ്റൻസ് ക്യാൻ ബി ഡിനോട്ട് ബൈ ദ സൈഡ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സൈഡുകളായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. വൂസ് ടു സൈഡ്സ് എൻക്ലോസ്ഡ് ആൻഡ് ആംഗിൾ ഫൈയോ തീറ്റ ഏതെങ്കിലും ആണെങ്കിൽ ഫൈ ആണ് കൊടുത്തത്. അപ്പോൾ ഇസഡ് ആണ് ഹൈപ്പോട്ടനിയസ്, പിന്നെന്താണ് അഡ്ജസ്റ്റൻറ്റ് സൈഡ് ആറും ഓപ്പോസിറ്റ് സൈഡ് എക്സും ആണ്. അവർ ഇമ്പിഡൻസ് ട്രയാങ്കിൾ വരക്കുമ്പോൾ നമ്മളെന്താണ് അഡ്ജസ്റ്റൻറ്റ് സൈഡിലാണ് റെസിസ്റ്റൻസ് കൊടുക്കുക, പിന്നെന്താണ് റിയാക്റ്റൻസ് ഓപ്പോസിറ്റ് സൈഡിലും, പിന്നെന്താണ് ഹൈപ്പോട്ടനിയസ് ഇല്ല കർണായിട്ട് ഇമ്പിഡൻസുമാണ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ഇമ്പിഡൻസ് കാണാനുള്ള ഇക്വേഷൻ പൈതഗോറസ് തിയറം പ്രകാരം അല്ലേ, ഇസഡ് സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇസഡ് കാണാൻ ഇസഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇസഡ് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് എന്താണ് റെസിസ്റ്റൻസും ഈ പിന്നെ റിയാക്റ്റൻസും അറിയുമെങ്കിൽ നമുക്ക് ഇമ്പിഡൻസ് കാണാനുള്ള ഇക്വേഷൻ ഇമ്പിഡൻസ് ഇസഡ് ഈക്വൽ ടു ആർ റെസിസ്റ്റൻസ് സ്ക്വയർ പ്ലസ് റിയാക്റ്റൻസ് സ്ക്വയർ. റിയാക്റ്റൻസ് രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു XL മൈനസ് XC, അതാണ് റിയാക്റ്റൻസ് XL മൈനസ് XC ഹോൾ സ്ക്വയർ. XL മാത്രമേ ഉള്ളെങ്കിൽ എന്നാൽ പിന്നെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് മാത്രമേ ഉള്ളെങ്കിൽ എന്ത് ചെയ്യുക XL സ്ക്വയർ എന്ന് വരും, ആർ സ്ക്വയർ പ്ലസ് XL സ്ക്വയർ. ഇനി എന്താണ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് മാത്രമേ ഉള്ളതെങ്കിൽ ഇസഡ് ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് XC സ്ക്വയർ എന്ന് വരും. ഇനി രണ്ടും കൂടി ഉണ്ടെങ്കിൽ ഒരു സർക്യൂട്ടിൽ XL എന്താണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും ഉണ്ട് കപ്പാസിറ്റീവ് റിയാക്റ്റൻസും ഉണ്ട് എങ്കിൽ നമുക്ക് എന്താണ് XL മൈനസ് XC ഹോൾ സ്ക്വയർ ആണ് വരിക. ഇതിൽ ഏതാണോ വലുത് XL ആണ് വലുതെങ്കിൽ XL ആദ്യം വരും, XC ആണ് വലുതെങ്കിൽ XC ആദ്യം വരും. XC മൈനസ് XL ഹോൾ സ്ക്വയർ ഒന്നും വരാം, ഏതാണോ വലുത് അതാണ് ആദ്യം കൊടുക്കേണ്ടത്. അപ്പോൾ എന്താണ് ഈ ഇമ്പിഡൻസ് കാണാനുള്ള ഇക്വേഷൻ റൂട്ട് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ അതിനെ നമുക്ക് എന്താണ് രണ്ടും കൂടി ഉണ്ടെങ്കിൽ എന്താണ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇമ്പിഡൻസ് ഇല്ല എന്താണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് മാത്രമാണെങ്കിൽ XL സ്ക്വയർ ആർ സ്ക്വയർ പ്ലസ് XL സ്ക്വയർ ആണ്. ഇനി പിന്നെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് മാത്രമാണെങ്കിൽ ആർ സ്ക്വയർ പ്ലസ് XC സ്ക്വയർ ആണ്. ഇനി എന്താണ് രണ്ടും കൂടി ഉണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ആർ സ്ക്വയർ പ്ലസ് XL മൈനസ് XC ഹോൾ സ്ക്വയർ. അതെന്താണ് ഇത് ഏതാണോ വലുത് അത് ആദ്യം വരും. അതിനെന്താണ് XL എന്ന് പറഞ്ഞാൽ 2πfL ആണ്, മൈനസ് XC എന്ന് പറഞ്ഞാൽ 1/2πfC ഹോൾ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇമ്പിഡൻസ് കാണാനുള്ള ഇക്വേഷൻ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ, അവിടെ എന്താണോ ഉള്ളത് അത് കൊടുക്കുക. രണ്ടും കൂടി ഉണ്ടെങ്കിൽ XL മൈനസ് XC ഹോൾ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് കാണാം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷനാണ്, ഓർത്ത് വെക്കുക. അപ്പോൾ ഇമ്പിഡൻസ് കാണാനുള്ള ഇക്വേഷനാണ്. ഇനി എന്താണ് ഈ പിന്നെ ട്രയാങ്കിൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഫൈ അല്ലേ, ഇതിൻ്റെ കോസ് ഫൈ നമ്മൾ സൈനും കോസും ടാനും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. സൈൻ തീറ്റ കാണാനുള്ള ഇക്വേഷൻ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനിയസ് എന്നാണ്. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനിയസ് ആണ് എന്നാൽ എതിർവശം ഡിവൈഡ് ബൈ കർണാണ്. എന്ത് കാണാൻ? സൈൻ തീറ്റ കാണാൻ. ഇനി കോസ് തീറ്റ കാണാനാണെങ്കിൽ എന്താണ് സമീപവശം ഡിവൈഡ് ബൈ കർണം എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനിയസ് എന്നുള്ളതാണ് അല്ലേ.
ഇനി ടാൻ തീറ്റ ആണെങ്കിൽ അതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാണ്. എന്താണ് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. അപ്പോൾ ഇവിടെ കോസ് തീറ്റ കാണണമെങ്കിൽ അല്ലേ, ഇവിടെ പൈ ആണ്, കോസ് ഫൈ കാണണമെങ്കിൽ എന്താ ചെയ്യുക, നമ്മൾ പറഞ്ഞു എന്താണ് അഡ്ജസൻറ്റ് സൈഡ് കോസ് തീറ്റ ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനിയസ് ആണ്. ഇവിടെ അഡ്ജസൻറ്റ് സൈഡ് അതാ റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഇംപിഡൻസ് അല്ലേ. കോസ് ഫൈ ഈക്വൽ ടു അഡ്ജസൻറ്റ് അവിടെ റെസിസ്റ്റൻസ് ആണ് ആർ ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനിയസിൽ ഇസഡ് ആണ് ആർ ബൈ ഇസഡ്. അപ്പോൾ കോസ് ഫൈ കാണാൻ എന്താണ് ഉള്ള ഇക്വേഷൻ ആർ ബൈ ഇസഡ് ആണ്, റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഇംപിഡൻസ്. കോസ് ഫൈ ഈക്വൽ ടു റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഇംപിഡൻസ്. ഈ കോസ് ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്, അതാണ് കോസ് ഫൈ ഈസ് ദ പവർ ഫാക്ടർ. ഒരു പുതിയ സാധനം എ സിയിൽ വരികയാണ്. ഇത് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്, നമുക്ക് പവർ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ വി ഇൻറ്റു ഐ എന്നാണ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്നാൽ എ സിയിലാകുമ്പോൾ എന്താണ് വെക്റ്റർ സമ്മാണ് അല്ലേ, വെക്റ്റർ സമ്മാണ്. ഇവിടെ എന്തുകൂടി വരും, ഒരു പവർ ഇതിൻ്റെ രണ്ട് ഇത് എന്താണ്, നമ്മൾ എന്തിൻ്റെ ആണെങ്കിലും എന്താണ്, നമ്മൾ കറണ്ടിൻ്റെയും വോൾട്ടേജും തമ്മിൽ എന്തുണ്ട്, ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ട്. അവിടെ ഒരു ആംഗിൾ ഉണ്ടാവും. ആ ആംഗിൾ എന്താണ് കോസ് ഫൈ ആംഗിൾ. ഈ കോസ് ഫൈ എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ആംഗിൾ എത്രയാണോ അതിൻ്റെ ആംഗിൾ തമ്മിലുള്ള വ്യത്യാസം, അതാണ് ഈ കോസ് ഫൈ. അത് നമ്മൾ കോസ് ഫൈനെ പറ്റി അടുത്ത ടോപ്പിക്കിൽ നമ്മൾ പിന്നെ അടുത്ത ദിവസം നമ്മൾ പഠിക്കും. അതാണ് അതിൻ്റെ പേരോർത്ത് വെക്കുക, പവർ ഫാക്ടർ. അപ്പോൾ എന്താണ്, നമ്മൾ പവർ കാണണമെങ്കിൽ വി ഇൻറ്റു ഐ ഇൻറ്റു കോസ് ഫൈയും കൂടി വരും എ സിയിലാണെങ്കിൽ. അപ്പോൾ കോസ് ഫൈ കാണാനുള്ള ഇക്വേഷൻ ആർ ബൈ ഇസഡ് എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. എന്താണ് റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഇംപിഡൻസ് കണ്ടാൽ നമുക്ക് കോസ് ഫൈ കാണാൻ പറ്റും. അത് ഇംപിഡൻസ് ട്രയാങ്കിളിൽ നിന്നാണ് അത് കിട്ടുന്നത്, ആർ ബൈ ഇസഡ്. പിന്നെന്താണ് സൈൻ ഫൈ കാണണമെങ്കിലോ, സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനിയസ്. ഓപ്പോസിറ്റ് സൈഡ് എക്സ് ഡിവൈഡ് ബൈ ഇസഡ് കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാം, സൈൻ ഫൈ കാണാം. അതിൽ നിന്നും എന്താണ് ഇതിൽ നിന്ന് റിയാക്റ്റൻസ് കാണണമെങ്കിൽ അല്ലേ, എക്സ് കാണണമെങ്കിൽ എന്താ ചെയ്യുക, എക്സ് ഇവിടെ നിർത്തുക, ഇതിങ്ങോട്ട് കൊണ്ടുപോകുക അല്ലേ, ഇത് ഹരിക്കണം എന്നുള്ളതായതുകൊണ്ട് ഇസഡ് ഇൻറ്റു സൈൻ ഫൈ റിയാക്റ്റൻസ് കാണാൻ ഈ ഇസഡ് ഇപ്പുറത്തേക്ക് പോകും. അപ്പോൾ ഇസഡ് ഇൻറ്റു സൈൻ ഫൈ വരും. അതേപോലെ ഈ ഇക്വേഷനിൽ നിന്നും ആർ ബൈ അല്ലേ കോസ് ഫൈ ഈക്വൽ ടു ആർ ബൈ ഇസഡ് ആണ്. അവിടുന്ന് ആറ് കാണണമെങ്കിൽ എന്താ ചെയ്യുക, ഇസഡ് ഇൻറ്റു കോസ് ഫൈ അല്ലേ, റെസിസ്റ്റൻസ് ആർ ഈക്വൽ ടു ഇസഡ് ഇൻറ്റു കോസ് ഫൈ കണ്ടാൽ റെസിസ്റ്റൻസും കാണാം. അപ്പോൾ ഈ ഇക്വേഷൻസ് ഒന്ന് പിന്നെ നിർബന്ധമായിട്ടും ഓർത്ത് വെക്കണം. എന്താണ് ഇംപിഡൻസ് കാണാനുള്ള ഇക്വേഷൻ ഇസഡ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആണെന്നുള്ളതും, പിന്നെ കോസ് ഫൈ ഈക്വൽ ടു ആർ ബൈ ഇസഡ് ആണ്. ഇനി എന്താണ് ഈ ആ രണ്ട് ഇക്വേഷനിൽ നിന്നും സൈൻ ഫൈ ഇസഡ് എക്സ് ബൈ ഇസഡ് ആണ്. ആ രണ്ട് ഇക്വേഷനിൽ നിന്നും നമുക്ക് എന്താ ചെയ്യാം, റിയാക്റ്റൻസ് കാണാൻ ഇസഡ് ഇൻറ്റു സൈൻ ഫൈയും റെസിസ്റ്റൻസ് കാണാൻ ഇസഡ് ഇൻറ്റു കോസ് ഫൈ എന്നുള്ള ഇക്വേഷൻ വെച്ച് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതും മനസ്സിലാക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കവർ ചെയ്തത്. അപ്പോൾ ഈ ഇംപിഡൻസ് ട്രയാങ്കിളിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒന്ന് വരച്ചാൽ നമുക്ക് എങ്ങനെയാണ് ഇംപിഡൻസ് കാണാനുള്ളതും അതുപോലെ തന്നെ കോസ് ഫൈ കാണാനുള്ളതും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് എ സി സർക്യൂട്ടിന് സംബന്ധമായിട്ടുള്ള കുറേ ടേംസുകൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിന് കൂടുതൽ നമ്മൾ ഇത് പിന്നെ എങ്ങനെയൊക്കെ കാണാം, ഇതിപ്പോൾ ഏതുപോലെ സ്ഥിരം പ്രകാരം പാരലോഗ്രാം പ്രകാരം ഇത് കാണാൻ വെക്റ്റർ അഡീഷനെ പറ്റി നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് ഇൻഫേസ് അല്ലെ, ഫേസിനെ പറ്റി, ഇൻഫേസ് ഔട്ട് ഓഫ് ഫേസ് ക്വാഡ്രേച്ചർ പിന്നെ ആൻറ്റി ഫേസ് അങ്ങനത്തെ കാര്യങ്ങൾ, ലീഡിങ് ആൻഡ് ലാഗിങ് ഫേസുകൾ അല്ലേ, ലാഗിങ് ക്വാണ്ടിറ്റിയും ലീഡിങ് ക്വാണ്ടിറ്റിനെ പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞു. എല്ലാവരും ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും കേട്ട് മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ പവർ ഫാക്ടർ ആൻഡ് പവർ ട്രയാങ്കിൾ. ഇപ്പോൾ നമ്മൾ ഇംപിഡൻസ് ട്രയാങ്കിളാണ് പഠിച്ചത്, അതുപോലെ തന്നെ പവർ ഫാക്ടറും പവർ ട്രയാങ്കിളും എന്താണെന്നുള്ള അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ ക്ലാസ് കേട്ട് മനസ്സിലാക്കി പഠിക്കുക. താങ്ക് യു.